ഹലോ, അപ്പോൾ ഞാൻ ഇന്നൊരു ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽഡ് റെസിപ്പി ഓഫ് ബീട്രൂട്ട് കുറുമുറ. ബീട്രൂട്ട് കുറുമുറ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, സൈഡ് ഡിഷായിട്ട്, അല്ലെങ്കിൽ ചിപ്സ് പോലെ കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇത് വെച്ചിട്ട് റോൾ ചെയ്തും കഴിക്കാം. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ബീട്രൂട്ട് കുറുമുറ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം, ഇത് കിഡ്സിൻ്റെ വേർഷനാണ് കേട്ടോ. അങ്ങനെ അതേ 3 ബീട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3 ബീട്രൂട്ട് നന്നായി കഴുകി പീൽ ചെയ്ത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞെടുക്കുക. അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിന്, അത് ഞാൻ അളവ് പറയുന്നില്ല, പിന്നെ ഒരു ഇത്തിരി കായപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് എരിവും ഫ്ലേവറൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാനിവിടെ പിള്ളേർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും, അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് എല്ലാ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചങ്ക്സിലും ആവണ പോലെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചിലപ്പോൾ ബീട്രൂട്ടിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഇവിടെ എനിക്ക് വെള്ളത്തിൽ കുറവായ കാരണം ഞാൻ കുറച്ചുകൂടി 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് എല്ലാ ബീട്രൂട്ടിൻ്റെ പീസസിലും ഒരു കോട്ടിങ്, ലൈറ്റായിട്ടൊരു കോട്ടിങ് ഉണ്ടാവുന്ന പോലെ മിക്സ് ചെയ്തെടുത്തു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ഓരോ പീസുകൾ വിടിയിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും, ആ കോട്ടിങ്ങൊക്കെ പോവും, അല്ലെങ്കിൽ എണ്ണ കുടിക്കും എന്ന് പറയില്ലേ, നമ്മൾ ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും. അങ്ങനെ അത് നന്നായി ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതിൽ ആ വെള്ളാംശം ഒന്ന് പോണ വരെയാണ് നമുക്കതിൻ്റെ ഫ്രൈയിങ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് അടി പിടിക്കാണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ വെള്ളം പൊട്ടിപ്പോവാന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോകണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പം നമുക്ക് വറവൊന്നും ഇല്ലെങ്കിൽ, വറവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു സ്നാക്ക്, ഈ പപ്പടം വറുത്ത് കഴിക്കുന്നേക്കാളും അല്ലെങ്കിൽ വേറെ ഫ്രൈസ് യൂസ് ചെയ്യുന്നേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്തിയാണ്, ഫ്രഷാണ്. അപ്പോൾ ഇതേ നമ്മുടെ ബീട്രൂട്ട് ഒന്നും അടിയിൽ പിടിച്ചിട്ടില്ല. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അതങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഞാൻ ഇതുപോലെ ആവും, എന്നൊക്കെ ആ ഒരു പൊട്ടലൊക്കെ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ ഇതാവും. നല്ലൊരു സൗണ്ടാണ്, എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടാണ് ഇതിനുള്ളത് ഇപ്പോൾ. അപ്പോൾ അതും വളരെ നല്ലൊരു നമ്മുടെ ഇൻഡിക്കേഷനാണ്, എണ്ണ എടുത്തു എന്ന് പറയാനായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ അതിങ്ങനെ എണ്ണ വറ്റിച്ചിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിള്ളേർക്കുള്ളതായ കാരണം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അതിനെ പറ്റിപ്പിടിക്കും, പിന്നെ അവരത് അറിയാണ്ട് കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ഒരു കാര്യം പറയണു, വലിയവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടാൽ കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടും. ഇത് പിള്ളേരുടെ വേർഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.